Hello students. +2 കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ സോളിഡ് സ്റ്റേറ്റിലെ 7 ക്രിസ്റ്റൽ സിസ്റ്റംസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു ട്രിക്കാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. എക്സാംസിന് ഒരു യൂണിറ്റ് സെല്ലിൻ്റെ ആക്സിൽ ഡിസ്റ്റൻസിൻ്റെയും ആക്സിൽ ആംഗിൾസിൻ്റെയും മെഷർമെൻറ്റ്സ് തന്നിട്ട് അത് ഏത് ക്രിസ്റ്റൽ സിസ്റ്റം ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറയാറുള്ളത്. അത് എത്ര നമ്മൾ ബൈഹാർട്ട് പഠിച്ചാലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. അപ്പോൾ അത് എളുപ്പത്തിൽ എങ്ങനെ ഓർത്ത് വയ്ക്കാമെന്ന് നോക്കാം. അതിനു മുമ്പ് ഒരു യൂണിറ്റ് സെല്ലിൻ്റെ ആക്സിൽ ഡിസ്റ്റൻസസും ആക്സിൽ ആംഗിൾസും എന്താണെന്ന് നോക്കാം. ഇതൊരു സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെല്ലാണ്. അതിൻ്റെ ആക്സിൽ ഡിസ്റ്റൻസസ് അല്ലെങ്കിൽ എഡ്ജ് ലെങ്ത്സ് നമ്മൾ സ്മോൾ ലെറ്റർ ABC കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്. ഈ എഡ്ജസിൻ്റെ ഇടയിലുള്ള ആംഗിൾസിനെ ആൽഫ ബീറ്റ ഗാമ എന്നുള്ള ലെറ്റേഴ്സ് കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്. ഈ ABC എന്നുള്ള എഡ്ജ് ലെങ്സിൻ്റെ ഓർഡർ ഓരോ ബുക്കിലും ഓരോ രീതിയിലായിരിക്കും തന്നിട്ടുള്ളത്. അതായത് ചിലപ്പോൾ ABയുടെ സ്ഥാനത്തായിരിക്കും, BCയുടെ സ്ഥാനത്തായിരിക്കും, അങ്ങനെ ABC ഇതിൻ്റെ ഓർഡർ എങ്ങനെ വന്നാലും അവയ്ക്കിടയിലെ ആംഗിൾസ് എങ്ങനെ കാണാമെന്ന് നോക്കാം. അതിനു വേണ്ടി ആദ്യം സ്മോൾ ലെറ്റർ ABC എന്നെഴുതുക, അതിന് താഴെ ആൽഫ ബീറ്റ ഗാമ എന്നെഴുതുക. ഇനി നമ്മൾ ABBC ആ ഓർഡറിലാണ് നോക്കുന്നത്. അതായത് ആംഗിൾ ബിറ്റ്വീൻ A ആൻഡ് B എന്നുള്ളത് ഏറ്റവും അവസാനം എഴുതിയിരിക്കുന്ന ഗാമയായിരിക്കും. ദെൻ ആംഗിൾ ബിറ്റ്വീൻ B ആൻഡ് C എന്നുള്ളത് ഏറ്റവും ആദ്യം എഴുതിയിരിക്കുന്ന ആൽഫയായിരിക്കും. ദെൻ ആംഗിൾ ബിറ്റ്വീൻ A ആൻഡ് C എന്നുള്ളത് മിഡിലുള്ള ബീറ്റ ആയിരിക്കും. ഓക്കെ, സോ ആംഗിൾ ബിറ്റ്വീൻ A ആൻഡ് B ഈസ് ഗാമ, angle between B and C is alpha, angle between A and C is beta. സോ ഈ രീതിയിൽ ABC എന്നുള്ള എഡ്ജ് ലെങ്സിൻ്റെ ഓർഡർ ഏത് രീതിയിൽ വന്നാലും അവയ്ക്കിടയിലെ ആംഗിൾസ് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്നതാണ്. സോ അടുത്തതായി 7 ക്രിസ്റ്റൽ സിസ്റ്റത്തിന് ഓർത്ത് വെക്കാനുള്ള കോഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് CTOM-THR. ഇറ്റ് ഈസ് CTOM-THR. ഈ CTOM-THR എന്നുള്ള കോഡ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ 7 ക്രിസ്റ്റൽ സിസ്റ്റത്തിൻ്റെയും നെയിംസിൻ്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, സോ C represents cubic, T represents tetragonal, O represents orthorhombic, M represents monoclinic, T represents triclinic, H represents hexagonal, R represents rhombohedral or trigonal. Okay, so the code is CTOM-THR and ഈ കോഡിൽ T എന്നുള്ള ലെറ്റർ 2 തവണ ആവർത്തിച്ച് വരുന്നുണ്ട്. അതിൽ ആദ്യത്തെ T ഏതാണെന്ന് ഓർത്ത് വെക്കാനുള്ള ഒരു കാര്യം പറയാം. ഈ Tക്ക് മുമ്പ് വരുന്നത് C ആണ്. ആൻഡ് C represents cubic അല്ലേ. ക്യൂബ് എന്നുള്ളത് 3 എന്നുള്ള നമ്പറിനെ ഡിനോട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ 3 കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പർ 4. സോ 4 മീൻസ് ടെട്ര. സോ C കഴിഞ്ഞ് വരുന്ന T എന്തായിരിക്കും? ടെട്രാഗണൽ. ഓക്കെ, നെക്സ്റ്റ് ഈ ഓരോ ക്രിസ്റ്റൽ സിസ്റ്റത്തിൻ്റെയും ആക്സിൽ ഡിസ്റ്റൻസസും ആക്സിൽ ആംഗിൾസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് നോക്കാം. സോ ഈ കോഡ് എഴുതി വയ്ക്കുക, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്രിസ്റ്റൽ സിസ്റ്റവും എഴുതി വയ്ക്കാം. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ആക്സിൽ ഡിസ്റ്റൻസസ് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. ഓക്കെ, ഇവിടെ ആക്സിൽ ഡിസ്റ്റൻസസ് തമ്മിലുള്ള റിലേഷൻഷിപ്സ് എഴുതുമ്പോൾ ഈ ക്രിസ്റ്റൽ സിസ്റ്റം ഇതേ ഓർഡറിൽ തന്നെ എഴുതണം എന്നുള്ളത് വളരെ നിർബന്ധമാണ്. ഇവിടെ ആദ്യത്തെയും അവസാനത്തെയും ക്രിസ്റ്റൽ സിസ്റ്റത്തിൻ്റെ ആക്സിൽ ഡിസ്റ്റൻസസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് A = B = C എന്നുള്ളതാണ്. അതായത് A = B = C. സോ ക്രിസ്റ്റൽ സിസ്റ്റം ഈ ഓർഡറിൽ എഴുതിയതിന് ശേഷം ആദ്യവും അവസാനവും വരുന്ന ക്രിസ്റ്റൽ സിസ്റ്റത്തിൻ്റെ ആക്സിൽ ഡിസ്റ്റൻസസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് A = B = C. ഓക്കെ, A = B = C. ഇനി അടുത്തതായിട്ട് വരുന്നത് ടെട്രാഗണൽ ആൻഡ് ഹെക്സാഗണൽ. ഈ 2 ക്രിസ്റ്റൽ സിസ്റ്റത്തിൻ്റെയും ആക്സിൽ ഡിസ്റ്റൻസസിൻ്റെ റിലേഷൻഷിപ്പാണ്. അത് A = B ≠ C എന്നാണ്. അതായത് A = B ≠ C. സോ ടെട്രാഗണൽ സിസ്റ്റത്തിൻ്റെയും ഹെക്സാഗണൽ സിസ്റ്റത്തിൻ്റെയും ആക്സിൽ ഡിസ്റ്റൻസസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് സെയിം ആണ്. ഓക്കെ,
ഇനി അടുത്തതായി വരുന്ന 3 ക്രിസ്റ്റൽ സിസ്റ്റത്തിൻ്റെയും ആക്സിയൽ ഡിസ്റ്റൻസസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി എന്നാണ്. എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി, എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി. ഓക്കെ, ഇതാണ് 7 ക്രിസ്റ്റൽ സിസ്റ്റത്തിൻ്റെയും ആക്സിയൽ ഡിസ്റ്റൻസസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഈ റിലേഷൻഷിപ്പ് എഴുതുമ്പോൾ ഈ ക്രിസ്റ്റൽ സിസ്റ്റം സി ടോം ടി എച്ച് ആർ ഈ ഓർഡറിൽ തന്നെ എഴുതണം നിർബന്ധമാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെയും അവസാനത്തെയും എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി, അത് കഴിഞ്ഞ് വരുന്ന രണ്ടെണ്ണം അതായത് ടെട്രാഗണലും ഹെക്സാഗണലും എ ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി, അത് കഴിഞ്ഞ് വരുന്ന 3 എണ്ണം സെയിം ആയിരിക്കും, എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി. ഓക്കെ, അടുത്തതായി ആക്സിയൽ ആംഗിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്സ് നോക്കാം. അപ്പോൾ ആദ്യം വരുന്ന 3 ക്രിസ്റ്റൽ സിസ്റ്റത്തിൻ്റെയും ആക്സിയൽ ആംഗിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു 90 ഡിഗ്രി. ഓക്കെ, ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു 90 ഡിഗ്രി, ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു 90 ഡിഗ്രി. ഓക്കെ, സോ ആദ്യം വരുന്ന 3 ക്രിസ്റ്റൽ സിസ്റ്റത്തിൻ്റെയും ആംഗിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ആക്സിയൽ ആംഗിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് സെയിം ആണ്. ഓക്കെ, ഇനി ഏറ്റവും അവസാനം വരുന്ന ക്രിസ്റ്റൽ സിസ്റ്റത്തിൻ്റെ ആക്സിയൽ ആംഗിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി എന്നാണ്. ഓക്കെ, സോ റോംബോഹീഡ്രൽ ഓർ ട്രൈഗണൽ ക്രിസ്റ്റൽ സിസ്റ്റത്തിൻ്റെ ആക്സിയൽ ആംഗിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി. ആദ്യത്തെ 3 കേസിലും ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ വിച്ച് ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി ആയിരുന്നു. എന്നാൽ ഏറ്റവും അവസാനം വരുന്ന റോംബോഹീഡ്രൽ അല്ലെങ്കിൽ ട്രൈഗണൽ ക്രിസ്റ്റൽ സിസ്റ്റത്തിൽ എങ്ങനെയായിരുന്നു? ആൽഫ ഇസ് ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി. ഓക്കെ, ഇനി 3 ക്രിസ്റ്റൽ സിസ്റ്റമാണ് ബാക്കിയുള്ളത്. അതിൽ ഏറ്റവും നടുവിൽ വരുന്ന ക്രിസ്റ്റൽ സിസ്റ്റം ട്രൈക്ലിനിക് എന്നുള്ളതാണ്. അതിൻ്റെ ആക്സിയൽ ആംഗിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആൽഫ നോട്ട് ഈക്വൽ ടു ബീറ്റ നോട്ട് ഈക്വൽ ടു ഗാമ നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി എന്നുള്ളതാണ്. ഓക്കെ, ആൽഫ നോട്ട് ഈക്വൽ ടു ബീറ്റ നോട്ട് ഈക്വൽ ടു ഗാമ നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി. ഇനി 2 ക്രിസ്റ്റൽ സിസ്റ്റമാണ് ബാക്കിയുള്ളത്. അതിൽ രണ്ടാമത്തെ അതായത് ഹെക്സാഗണൽ ക്രിസ്റ്റൽ സിസ്റ്റം, അതിൽ ആക്സിയൽ ആംഗിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി ബട്ട് ഗാമ ഈക്വൽ ടു 120 ഡിഗ്രി. ഓക്കെ, 120 ഡിഗ്രി. അതായത് ഇവിടെ ആൽഫ ബീറ്റ ഗാമ ആ ഓർഡറിൽ തന്നെയാണ് ആംഗിൾസ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി ബട്ട് ഗാമ ഈക്വൽ ടു 120 ഡിഗ്രി. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ ദാറ്റ് ഈസ് മോണോക്ലിനിക് ക്രിസ്റ്റൽ സിസ്റ്റം. ഇതിലെ ആക്സിയൽ ആംഗിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആൽഫ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു 90 ഡിഗ്രി ബട്ട് ബീറ്റ നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഹെക്സഗണൽ എഴുതിയപ്പോൾ ആൽഫ ബീറ്റ ഗാമ എന്നുള്ള ഓർഡറിൽ തന്നെയാണ്. ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി, ഗാമ ഈക്വൽ ടു 120 ഡിഗ്രി. പക്ഷേ ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട്, അതായത് ഇവിടെ നമ്മൾ റിലേറ്റ് ചെയ്യുന്നത് ആൽഫ ആൻഡ് ഗാമ. ആൽഫ ആൻഡ് ഗാമ ഈക്വൽ ടു 90 ഡിഗ്രി ബട്ട് ബീറ്റ നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി. ഓക്കെ, സോ ഈ രീതിയിൽ നമുക്ക് 7 ക്രിസ്റ്റൽ സിസ്റ്റത്തിലെ ആക്സിയൽ ഡിസ്റ്റൻസസും ആക്സിയൽ ആംഗിൾസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഈസി ആയിട്ട് ഓർത്ത് വയ്ക്കാം. സോ ദ കോഡ് ഇസ് CTOM THR. ഓക്കെ, താങ്ക് യു.